ഹലോ, ഇന്ന് രാവിലെ തന്നെ എന്നിട്ട് നേരെ പോയത് മുസ്രീസിലേക്കാണ്. നമ്മുടെ ലേഖ എന്ന് പറഞ്ഞൊരു സാരീസിൻ്റെ കളക്ഷൻ്റെ ഒരു ഷൂട്ട് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ്. ആതിരയാണ് അതിൻ്റെ ഓണർ, ഇതാണ് മുതലാളി. മുതലാളിക്ക് എവിടെയോ ഒരു ആക്ട്രസിൻ്റെ ലുക്ക് ഉണ്ട്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആരാണെന്ന് പറയണം കേട്ടോ. പിന്നെ അങ്ങനെ ഷൂട്ട് നൈസായിട്ട് ചെന്ന് ഷൂട്ടിൻ്റെ പരിപാടികളൊക്കെ നോക്കി കുറച്ച് നേരം ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു സാരി ആയിരുന്നു. അപ്പോൾ സാരി ഷൂട്ട് ചെയ്ത് ഇഷാനി എന്നായിരുന്നു ആ മോഡലിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് നിന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് മുസിരീസിൽ വെച്ചായിരുന്നു ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഗോപി ബ്രോയൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ബീച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുഴിപ്പള്ളി ബീച്ചിലോട്ട് പോയി. അവർക്ക് അവിടെ ബീച്ചൊന്നുമില്ല കർണാടകയിൽ, മൈസൂരാണ് അവർ. അപ്പോൾ ആ ബീച്ചിൽ ഒന്ന് കുറച്ച് നേരം അവർ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബേബി കൊച്ചി അവൾ ഡൂഡിനെ കാണാൻ വേണ്ടി ഡൂഡ് എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാക്കണം. അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഡൂഡിനെ കാണിച്ചു കൊടുത്ത് ഡൂഡിനെ ഭയങ്കര ഇഷ്ടം. ഡൂഡ് എവിടെ എന്നും പറഞ്ഞാണ് എപ്പോഴും നടക്കുന്നത്. അങ്ങനെ അവളുടെ ഒപ്പം കുറച്ച് നേരം ഡൂഡിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഡൂഡും ഭയങ്കര ഹാപ്പി ആയിട്ട് കിടക്കണ്ടായിരുന്നു. ഡൂഡ് ഇപ്പോൾ ഭയങ്കര ഓണാണ് കേട്ടോ, ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നതാണ്. ഡൂഡ് ഇത്തിരി വലുതാവണ അനുസരിച്ച് ആൾ ഇത്തിരി പവർഫുൾ മാനായിട്ട് വന്നിട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഡൂഡിനെ കണ്ട് കുറേ നേരം ഡൂഡിനോട് അവൾ സംസാരിച്ച് ഹായൊക്കെ കൊടുത്ത് വീഡിയോ കോളിലൂടെ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് നേരെ ഞങ്ങൾ കല്യാണ വീട്ടിലോട്ട് വന്ന് എളേച്ചൻ്റെ ഒപ്പം അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ മൈസൂർ പോകാമെന്നൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അവിടെ അവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്നതാണ് എളേച്ചൻ. ഇതാണ് ചെക്കൻ്റെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടതിൻ്റെ പെൺകുട്ടിയുടെ അച്ഛനാണിത്. അപ്പോൾ ആൾ മൈസൂരൊക്കെയാണ്, അവരുടെ ഫാമിലിയൊക്കെ കുറേ പേരൊക്കെ അവിടെയാണ്. അതായത് ആളുടെ അമ്മയുടെ ഫാമിലിയൊക്കെ അവിടെയാണ്. ഇപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് കുറേ കൊല്ലങ്ങളായി. അപ്പോൾ അവിടെ ഫാമിലീസൊക്കെ ഉണ്ട്. ഈ ഗോപി മാമൻ എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ പിള്ളേരും കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം പിള്ളേരും എല്ലാവരും ഒപ്പം എൻജോയ് ചെയ്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത് അന്നത്തെ ദിവസം. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ്